അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ. ഇന്ന് ഓരോ ദിവസവും പുലരുന്നത് വേദനിപ്പിക്കുന്ന ഓരോ മരണവാർത്തകൾ കേട്ടുകൊണ്ടാണ്. ഈ ഒരു വെക്കേഷൻ കാലം നമുക്ക് നഷ്ടമായത് നമ്മുടെ കുഞ്ഞു മക്കളെയാണ്. അപകടത്തിലും അബദ്ധത്തിലും മരണപ്പെട്ടു പോവുകയാണ് നമ്മുടെ മക്കളൊക്കെ. പടച്ച റബ്ബ് നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഇപ്പോൾ തുടർച്ചയായി മക്കളുടെ മരണമാണ് നമ്മളൊക്കെ കേൾക്കുന്നത്. ഈ പൊന്നുമോന് മരണപ്പെട്ടിരിക്കുന്നത് കളിക്കുന്നതിനിടെ ഗേറ്റും മതിലും മറിഞ്ഞു വീണാണ് ഈ പൊന്നുമോന് മരണപ്പെട്ടു പോകുന്നത്. സുബ്ഹാനല്ലാഹ്. 5 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. എലപ്പുള്ളി നൈതല ഇരട്ടക്കുളം കൃഷ്ണകുമാർ അംബിക ദമ്പതികളുടെ മകൻ അഭിനത്താണ് മരണപ്പെട്ടത്. ഈ ഒരു വെക്കേഷൻ കാലം സമീപത്തെ ആ ഒരു പറമ്പിൽ കൂട്ടുകാരുമൊത്ത് എന്നും കളിക്കുമായിരുന്നു. ഇന്നലെ ശനിയാഴ്ച 5 മണിയോടെ പതിവ് പോലെ ആർത്തു ഉല്ലസിച്ച് കളിക്കുകയായിരുന്നു ആ പൊന്നുമോൻ. അവിടെയുള്ള കാലപ്പഴക്കം ചെന്ന ആ ഒരു ഗേറ്റിൽ തൂങ്ങിക്കളിക്കുന്ന പതിവുണ്ടായിരുന്നു ആ പൊന്നുമോന്. ഇന്നലെ അതുപോലെ ആ ഗേറ്റിൽ തൂങ്ങി കളിക്കുകയായിരുന്നു. അപ്പോഴാണ് അത് സംഭവിച്ചത്. ഗേറ്റും മതിലും തകർന്ന് അഭിനത്തിൻ്റെ ദേഹത്തേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. ആദ്യം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് ജില്ലാ ആശുപത്രിയിലും എത്തിച്ചു. പക്ഷേ ആ പൊന്നുമോൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടുപോയി. കളിച്ചും ചിരിച്ചും മരണത്തിലേക്കാണ് നമ്മുടെ മക്കൾ കടന്നു ചെല്ലുന്നത്. ചെറിയ മക്കളാണ്, അപകടത്തിലും അബദ്ധത്തിലും പെടാം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. അവസാനം സംഭവിച്ചിട്ട് ഖേദിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. പടച്ചറബിൻ്റെ വിധിയെ നമുക്ക് തോൽപ്പിക്കാനൊന്നും പറ്റില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. നമ്മൾ ശ്രദ്ധിച്ചിട്ടും അവർ മരണത്തിലേക്ക് പോകുന്നത് പടച്ചറബിൻ്റെ വിധി തന്നെയാണ്. ഇന്നലെ തന്നെയായിരുന്നു ഈ മോളുടെ മരണവും. സുബ്ഹാനല്ലാഹ്, അത് വല്ലാത്തൊരവസ്ഥയായിരുന്നു. രാവിലെ മരണപ്പെട്ട കുട്ടിയുടെ വാർത്ത ഞാൻ ചെയ്തത് വൈകുന്നേരമായിരുന്നു. വിഷമങ്ങളും പ്രയാസങ്ങളും കാരണം നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ അല്പം വൈകിപ്പോയി. ആയിഷ എന്ന ഈ പൊന്നുമോള് മരണപ്പെട്ടിരിക്കുന്നത് ഇതുപോലെ കളിക്കുന്നതിനിടെ പ്ലാവിൽ നിന്നും ചക്ക വീണ് മരണപ്പെടുകയാണ്. ഈ സംഭവം നടന്നിരിക്കുന്നത് മലപ്പുറത്താണ്. ഈ ഒരു വാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്, നിങ്ങൾ ദുആ ചെയ്തിട്ടുമുണ്ട്. ഈ കുട്ടി മരണപ്പെട്ടിരിക്കുന്നത് കാറിടിച്ചാണ്. 3 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. കണ്ണൂർ പയ്യാവൂരിൽ വെച്ചാണ് സംഭവം നടന്നത്. അമ്മൂമ്മയോടൊപ്പം നടന്നു പോവുകയായിരുന്നു പൊന്നുമോള്. പെട്ടെന്നാണ് ഈ അപകടം മോളെ കൊണ്ടുപോയത്. ഉമ്മ ചക്ക വെട്ടുന്നതിനിടെ കത്തിയുടെ മുകളിൽ വീണ് മരണപ്പെട്ട 8 വയസ്സുകാരൻ സുലൈഖയുടെ മകൻ ഹുസൈൻ ഷാബാൻ. പെരുവള്ളൂരിൽ തെരുവുനായയുടെ കടിയേറ്റ് മരണപ്പെട്ടുപോയ 5.5 വയസ്സുകാരി ഫാരിസിൻ്റെ മകൾ സിയ. അമ്മൂമ്മ വിറക് വെട്ടുന്നതിനിടെ അബദ്ധത്തിൽ വെട്ടേറ്റു മരിച്ച കണ്ണൂരിലെ 1.5 വയസ്സുകാരൻ. അങ്ങനെ ഒട്ടേറെ മക്കളാണ് ഈ ഒരു വെക്കേഷൻ കാലം നമുക്ക് നഷ്ടമായത്. എല്ലാ വെക്കേഷൻ വരുമ്പോഴും നമ്മൾ ഓർമ്മപ്പെടുത്താറുണ്ട്, മക്കൾക്ക് വേണ്ടി നമ്മുടെ 2 കണ്ണും മാറ്റിവെക്കണമെന്ന്. ചെറിയ മക്കളാണ്, അബദ്ധത്തിലും അപകടത്തിലും വന്നുപെടാം. പക്ഷെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ എല്ലാ ആവശ്യങ്ങളും മാറ്റിവെക്കേണ്ടിയിരിക്കുന്നു. മക്കളെ നോക്കിയിട്ട് മതി ബാക്കി എല്ലാ കാര്യങ്ങളും. ഇവരുടെയൊക്കെ കുടുംബത്തിൽ ചെന്ന് നോക്കിയാൽ അറിയാം അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും. എനിക്കറിയാവുന്നതാണ്, ഞാൻ കണ്ടതുമാണ്, ഞാൻ അനുഭവിച്ചതുമാണ്. ആ മാതാപിതാക്കളുടെ പ്രയാസങ്ങൾ ഒന്ന് കാണേണ്ടതായിരുന്നു പടച്ച റബ്ബേ. വർഷങ്ങൾ ഒരുപാടായാലും മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ വേദന ഒരിക്കലും മാറിക്കിട്ടില്ല. അവർക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ. ഇതുപോലൊരവസ്ഥ ഒരു മാതാപിതാക്കൾക്കും പടച്ച റബ്ബ് കൊടുക്കാതിരിക്കട്ടെ. ആമീൻ. സന്തോഷത്തിൽ കളിച്ചും ചിരിച്ചും കൊണ്ടിരിക്കുന്ന മക്കളാണ് മരണപ്പെട്ടു പോയത്. ചില മരണങ്ങൾ അബദ്ധത്തിലും അപകടത്തിലും വന്നു. ഒരുപാട് മക്കൾ പുഴയിൽ മുങ്ങി മരിച്ചു. ഷർദിൽ വന്ന കുട്ടി ഷർദിൽ പിടിച്ചു വെച്ച് ഷർദിൽ ലെൻസിലും ശ്വാസനാളത്തിലും അടിച്ചു കയറി മരണപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഷർദിൽ പിടിച്ചു വെച്ച് 2 മക്കളാണ് ഈ അടുത്തായി മരണപ്പെട്ടത്. പണ്ടേ നമ്മൾ കാണുന്ന ഒരു പ്രവണതയാണ് മക്കൾക്ക് ഷർദിൽ വന്നാൽ പുറത്തേക്ക് ഓടടാ എന്ന് പറയൽ. ഇനി ഒരിക്കലും പ്രിയപ്പെട്ടവരെ അങ്ങനെ ചെയ്യാൻ പാടില്ല. പണ്ടൊക്കെ നമ്മളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് ഇങ്ങനൊരവസ്ഥ കാണപ്പെടുന്നത്. ഛർദി വന്നാൽ നമ്മൾ നേരെ പുറത്തേക്ക് ഓടുക. അങ്ങനെയാണ് ഒരു കുട്ടി മരണപ്പെട്ടത് ഈ അടുത്തായി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ഛർദിൽ വന്ന് അവിടെയൊന്നും ആവണ്ട എന്ന് കരുതി ആ കുട്ടി വായയും പൊത്തി ഓടിയതാ. തരിപ്പിലേക്ക് അടിച്ചു കയറി ആ കുഞ്ഞ് മരണപ്പെട്ടു. ഇത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ കാണുന്നതാണ്. എല്ലാവരും ശ്രദ്ധിക്കണം, എല്ലാവരോടും ഇത് പറഞ്ഞു കൊടുക്കണം. എവിടുന്നാണോ നമുക്ക് ഛർദി വരുന്നത് അവിടെ തന്നെ നമ്മൾ കാര്യം സാധിക്കുക. അത് ബസ്സിലായിക്കോട്ടെ, കിടപ്പ് മുറിയിലായിക്കോട്ടെ, പള്ളിയിലായിക്കോട്ടെ,
എവിടെ നിന്നാണോ നമുക്ക് ഛർദിൽ വരുന്നത് അവിടെ നമ്മൾ ഛർദിച്ചേക്കാം. പിന്നെ യാത്ര ചെയ്യുമ്പോൾ ഛർദി വരുന്നവരാണെങ്കിൽ ഒരു കവറ് നമ്മൾ കയ്യിൽ കരുതുക, അല്ലെങ്കിൽ ഡോക്ടറോട് പറഞ്ഞ് അതിനുള്ളൊരു മരുന്ന് നമ്മൾ കയ്യിൽ കരുതുക. ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, ബാക്കിയെല്ലാം പടച്ച റബ്ബിൻ്റെ വിധിയാണെന്നോർത്ത് സമാധാനിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കാതെ പടച്ച റബ്ബിൻ്റെ വിധിയാണെന്ന് പറഞ്ഞ് മാറി നിന്നിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണം. പിന്നെ ആൾ നഷ്ടപ്പെട്ടിട്ട് ഖേദിച്ചിട്ട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. എവിടെ നിന്നാണോ നമുക്ക് ഛർദിൽ വരുന്നത് അവിടെ നമ്മൾ ഛർദിച്ചേക്കാം. കുറവുകേടോ നാണക്കേടോ ഷെയ്മേടോ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങളുടെ ജീവനാണ് വലുത്, ബാക്കിയൊക്കെ പിന്നെ. അപ്പോൾ ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഒരുപാട് മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളുണ്ട്. അവർക്കൊക്കെ വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം, അവർക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ. മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇവിടെ ക്ഷമിച്ചതിൻ്റെ സമാധാനം നിങ്ങൾക്ക് എവിടെയാണ് കിട്ടുക എന്നറിയോ? ആ ഒരു സമാധാനം കിട്ടുക നിങ്ങൾക്ക് ആഖിറത്തിലാണ്. നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കോന്തലയും പിടിച്ച് സ്വർഗത്തിലേക്ക് പിടിച്ചു കൊണ്ടുപോകും അത്രേ. ഇത് പറഞ്ഞത് ഞാനല്ല, നമ്മുടെയൊക്കെ ഹബീബായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്കാണിത്. അതുകൊണ്ട് ഒരു ഉമ്മമാരും വിഷമിക്കേണ്ട, നിങ്ങൾക്കുള്ള സമാധാനം അങ്ങ് ആഖിറത്തിലുണ്ട്. ഇവിടെ ക്ഷമിച്ചതിനുള്ള ഉത്തരം അങ്ങ് ആഖിറത്തിൽ പടച്ച റബ്ബ് വെച്ചിട്ടുണ്ട്. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ. കീറി മുറിഞ്ഞുള്ള പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങൾ ഞങ്ങൾക്കൊന്നും തരലേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. അവരുടെയൊക്കെ മാതാപിതാക്കൾക്ക് നീ ക്ഷമ കൊടുക്കണേ റബ്ബേ, സമാധാനം നീ കൊടുക്കണേ റബ്ബേ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നീ കൊണ്ടുപോകല്ലേ റബ്ബേ. അത് നമുക്ക് ഈ ജീവിതകാലം മുഴുവൻ സഹിക്കാൻ പറ്റില്ല റബ്ബേ. നമ്മുടെ മക്കളെയൊക്കെ നീ തന്നെ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ചെറിയ മക്കളാണ് റബ്ബേ, നീ തന്നെ അവരെ കാത്തോളണേ റബ്ബേ. ഒരു മക്കൾക്കും ഇതുപോലുള്ള മരണം കൊടുക്കല്ലേ റബ്ബേ. റബ്ബേ, ഇതുപോലുള്ള മരണങ്ങൾ തന്ന് നമ്മെ പരീക്ഷിക്കല്ലേ റബ്ബേ. ഒരു ഉമ്മമാർക്കും ഇതുപോലൊരു വിധി കൊടുക്കല്ലേ റബ്ബേ. ഒരു മക്കൾക്കും ഇതുപോലുള്ള മരണം നീ കൊടുക്കല്ലേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്കേവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കേവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും മരണപ്പെട്ടുപോയ പൊന്നു മക്കൾക്ക് വേണ്ടിയും ആ കുടുംബത്തിന് വേണ്ടിയും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.